ഫ്രണ്ട്സ്, വെള്ള സാറ്റൻ റിബൺ കൊണ്ടുള്ള ഫ്ലവേഴ്സാണ് നമ്മളിത് ചെയ്യാൻ പോകുന്ന. കണ്ടില്ലേ, മനോഹരമായിട്ടുള്ള 3 ഫ്ലവറും 5 ഇലയുമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ വെള്ള സാറ്റൻ റിബൺ, ഇന്നും എനിക്കൊരു ഹെൽപ്പായിട്ട് എൻ്റെ മോൻ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇത് വെള്ള സാറ്റൻ റിബണാണ്. നമുക്ക് ആ ഒരു നീളം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ 2 സൈഡും ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത്, അതുപോലെ തന്നെ ലൈറ്റർ യൂസ് ചെയ്താണ് നമ്മൾ ഏത് സാറ്റൻ ഫ്ലവറും ചെയ്യുമ്പോൾ ലൈറ്റർ യൂസ് ചെയ്താൽ അതിൻ്റെ ഓരോ ഇഴകളായിട്ട് പോകത്തതുമില്ല, നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു വെള്ള ഫ്ലവറാണ്. ഇതുപോലെ തന്നെ നമുക്ക് യെല്ലോ സാറ്റൻ റിബൺ കൊണ്ട് സൺഫ്ലവറും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടില്ല, ഈ ഒരു നീളത്തിലെടുത്ത് 2ആയിട്ട് മടക്കി അതിൻ്റെ ഏറ്റവും കണ്ടില്ല ഇതുപോലെ മടക്കുന്നതിൻ്റെ ഈ താഴ്ഭാഗം നമ്മൾ ലൈറ്റർ യൂസ് ചെയ്ത് ഒന്ന് ചൂടാക്കി, അപ്പോഴേ നമ്മളെ കയ്യിലത് കൊള്ളാത്ത വിധം പെട്ടെന്ന് അവിടെ പ്രസ് ചെയ്തപ്പം 2 ഇതളും കൂടി ഒരുമിച്ച് ഒറ്റ ഇതളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് ഒരു റൗണ്ടിന് ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് തോന്നുകയും ചെയ്യും. ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മോന് ഇതുപോലെ അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ആ ലീവ്സിന് 2 പെറ്റൽസ് ഒരുമിച്ച് ഒട്ടിച്ച് വെച്ചിട്ട് ലീവ്സിൻ്റെ ഷേപ്പ് കട്ട് ചെയ്ത് അതുപോലെ തന്നെ ലൈറ്റർ യൂസ് ചെയ്യാണ്. ഇനി ആ ഫ്ലവറിന് വേണ്ടിയിട്ട് ഗോൾഡൻ വയറിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ റൗണ്ട് ചെയ്ത് കുറച്ച് കട്ടിക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. അതിൽ ആ ഒരു യെല്ലോ സാറ്റൻ റിബൺ നമ്മൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് അതും നമ്മൾ ലൈറ്റർ യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അതങ്ങ് നല്ലതുപോലെ ചുരുങ്ങി റെഡി ആയിട്ടിരിക്കും. ചെറിയ പകുതി മതി. അതിന് ശേഷം വെള്ളയും നമ്മൾ അതുപോലെ സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് ലൈറ്റർ യൂസ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുക. ഇനി അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു 10-25 എങ്കിലും ഇതുപോലത്തെ നീളത്തിലുള്ള ഒരു സാറ്റൻ റിബൺ 2ആയിട്ട് മടക്കി ഷേപ്പ് ചെയ്ത് ഒട്ടിച്ചെടുത്ത് അത് ഇനി റൗണ്ട് ചെയ്ത് ഇനി ഒട്ടിച്ച് വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനിവിടെ യൂസ് ചെയ്യുന്ന നല്ല ഗ്ലൂ എന്ന് പറയുന്നത് B7000 ആണ്. ഇത് കണ്ടില്ലേ, ഇത് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് സമയം ഒന്ന് പിടിച്ച് വെക്കണമെന്നേ ഉള്ളൂ. ഇതുപോലെ റൗണ്ട് ചെയ്ത് ഇനി അതിൻ്റെ ആ ഫ്ലവറിൻ്റെ അടിഭാഗത്താണ് ഇത് 4 എണ്ണം. ഇത് നമ്മൾ ഈ ഗ്രീൻ സാറ്റൻ റിബൺ ഇതുപോലെ ഷേപ്പ് ചെയ്ത് 4 എണ്ണം ഒട്ടിച്ചെടുത്തപ്പം ഒരു ഫ്ലവർ. ഇതിപ്പോൾ 3 ഫ്ലവറിന് വേണ്ടിയിട്ട് ഒരു 10-25 പെറ്റൽസ് റെഡിയാക്കി. ഇനി ഈ ബ്രൗൺ കളർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊന്ന് ബ്രഷ് ചെയ്തെടുക്കുകയാണ്. അതെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പറിലാണ് നമ്മൾ ഈ കളർ ചെയ്തെടുക്കുന്നത്. സെൻറ്ററിൽ ടിഷ്യൂ പേപ്പർ ഇരിക്കുകയാണ്. കണ്ടില്ലേ, ഫ്ലവർ വിത്ത് ലീവ്സ്, 5 ലീവ്സും ഫ്ലവേഴ്സോടുകൂടി നമുക്ക് റെഡിയായി. നല്ല ഒരു പുതിയ ഫ്ലവേഴ്സും മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സും നമുക്ക് ഇതുപോലെ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസുകൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.